ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 84-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു നിസായിലെ 34 തുടങ്ങി 37 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മളിതിനു മുമ്പ് പറഞ്ഞ വിഷയം അള്ളാഹു പറഞ്ഞു, നിങ്ങളിൽ ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം സ്ത്രീയും പുരുഷനും ഒരേ നിലയിലല്ല അള്ളാഹു സൃഷ്ടിച്ചത്. അവർക്ക് മാനസികമായും ശാരീരികമായും ഒക്കെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു തന്നു. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് അടുത്ത വരുന്ന ആയത്തും. ഈ ആയത്തിനെ ഖുർആൻ വിമർശകർ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആയത്ത് കൂടിയാണിത്. നമുക്ക് നോക്കാം എന്താണ് അതിൽ അള്ളാഹു പറഞ്ഞിരിക്കണേന്ന്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. ഇങ്ങനെയാണ് ഈ ആയത്ത് തുടങ്ങണത്. ഇതിൽ അള്ളാഹു പറയാണ്, പുരുഷന്മാർ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാകുന്നു, അല്ലെങ്കിൽ സ്ത്രീകളുടെ മേലധികാരികളാകുന്നു എന്നാണ് ഇവിടെ അള്ളാഹു പറയണത്. അതിന് 2 കാരണങ്ങൾ അള്ളാഹു പറയാണ്. ഒന്നാമത്തത്, അള്ളാഹു നിങ്ങളിൽ ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകി. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. അവിടെ പുരുഷന് ശ്രേഷ്ഠത നൽകിയെന്ന് ഒരിക്കലും അള്ളാഹു പറയണില്ല. നിങ്ങളിൽ ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വബിമ അൻഫഖൂ മിൻ അംവാലിഹിം. പിന്നെ ഒരു കാരണം പറഞ്ഞത്, ഈ പുരുഷന്മാരെ നിങ്ങളുടെ കൈകാര്യകർത്താക്കളാക്കാനായിട്ട് അള്ളാഹു കാരണം അവരാണ് നിങ്ങൾക്ക് വേണ്ടി അവരുടെ ധനം ചെലവഴിക്കുന്നത് എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഖവ്വാം എന്നാണ്. ഖവ്വാം എന്ന് വെച്ചാൽ കാമ എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ, നിന്നു എന്നാണ്. അപ്പം കാമ എന്ന് വെച്ചാൽ നിന്നു, നിലകൊണ്ടു, പരിപാലിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഒരിക്കലും പുരുഷൻ ഒരു വലിയ മേധാവിയാണ് അല്ലെങ്കിൽ സ്ത്രീയെ ഭരിക്കേണ്ട ആളാണെന്നല്ല അള്ളാഹു പറഞ്ഞത്. ഒരു മുടക്കവും ഇല്ലാതെ നിരന്തരമായി കാര്യങ്ങൾ പരിപാലിക്കുന്ന ആളാണ് ഖവ്വാം എന്ന് പറയുന്നത്. അപ്പം സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണെന്നാണ് പറഞ്ഞ അള്ളാഹു? പുരുഷനാണ്. അതിൻ്റെ കാരണം അള്ളാഹു പറഞ്ഞു, അള്ളാഹു സൃഷ്ടിച്ചത് 2 പ്രകൃതിയിലാണ്. അപ്പോൾ പുരുഷനാണ് സ്ത്രീയെക്കാളും ചില വിഷയത്തിൽ ശ്രേഷ്ഠതയുള്ളത്. എന്നാൽ ചില സ്ഥലത്ത് അള്ളാഹു സ്ത്രീകളെയാണ് ശ്രേഷ്ഠരാക്കിയിരിക്കണം അല്ലേ. നമ്മൾ പറഞ്ഞു, മാതാപിതാക്കളുടെ വിഷയത്തിൽ അള്ളാഹു മാതാവിനാണ് കൂടുതൽ സ്ഥാനം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ടുള്ള കഴിവും മാനസികമായിട്ടും സ്ത്രീയേക്കാൾ കുറച്ചും കൂടി ഉയർന്ന രീതിയിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള ഒരു കാരണം പുരുഷന് അള്ളാഹു കൊടുത്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞു എന്താണ്, ഈ പുരുഷന്മാരാണ് ഇവർക്ക് വേണ്ടി അവരുടെ സമ്പത്തിൽ നിന്നും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്. അതുകൊണ്ടാണ് അള്ളാഹു പുരുഷനെ ഖവ്വാമാക്കിയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കണത്. ഈ ഒരു ആയത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലം എന്താണെന്ന് നമ്മൾ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, എന്താണ് പുരുഷന്മാർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്, അത്രയും സ്ത്രീകൾക്ക് കിട്ടാറില്ല, പിന്നെന്താ അനന്തരാവകാശത്തിൽ പുരുഷന് 2 ഓഹരി അള്ളാഹു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കർമ്മങ്ങളിലും അള്ളാഹു അങ്ങനെയാണോ പരിഗണിക്കണേ എന്ന് ചോദിച്ചു അല്ലേ. വേറൊരു സ്ത്രീയും വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോഴാണ് ഈ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത്. ഈ പുരുഷനും സ്ത്രീയും കഴിവിലും ഉത്തരവാദിത്വത്തിലും ഒക്കെ 2 രീതിയിലാണ് അല്ലേ. പുരുഷനെ സംബന്ധിച്ച് സ്ത്രീ ചെയ്യണ കാര്യങ്ങൾ ചിലതും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് തിരിച്ചു അല്ലേ. അതുകൊണ്ടാണ് അള്ളാഹു കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത് ആരാണ്? പുരുഷന്മാരാണെന്ന് പറഞ്ഞത്. സ്ത്രീയുടെ മേൽ അങ്ങനെ ഒരു ബാധ്യതയില്ല. പുരുഷന്മാർ ചെലവഴിക്കണത് കൊണ്ടാണ് അവർക്ക് 2 ഓഹരി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുടുംബത്തിലെ അധികാരം അല്ലെങ്കിൽ നായകത്വം അള്ളാഹു നൽകിയിട്ടുള്ളത് പുരുഷന് തന്നെയാണ്. അപ്പം അത് നമ്മൾ സ്ത്രീകൾ മനസ്സിലാക്കണം. ഈ ഫെമിനിസ്റ്റുകളൊക്കെ ഈ സ്ത്രീ പുരുഷ സമത്വം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു 2 പേരെയും 2 രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഏതൊരു ബുദ്ധിയുള്ള ആൾക്കും കണ്ടാൽ മനസ്സിലാവും അല്ലേ. ഒരു കുടുംബത്തിൽ പുരുഷനാണ് അധികാരസ്ഥാനം ഉള്ളത് എന്ന് പറയുന്നിടത്ത് ചിന്തിക്കേണ്ടത് ഒരിക്കലും അവിടെ സ്ത്രീ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. പുരുഷന് അധികാരമുള്ളതുപോലെ പലതരത്തിലുള്ള ബാധ്യതകളും കടമകളും ഉണ്ട്. ഈ സ്ത്രീകളുടെ അവകാശമാണ് പുരുഷന്മാരാൽ അവർ പരിപാലിക്കപ്പെടണം എന്നുള്ളത്. അല്ലാണ്ട് ഒരിക്കലും ഒരു പുരുഷൻ്റെ ഔദാര്യമല്ല, അത് സ്ത്രീയുടെ ഒരു അവകാശമാണെന്നാണ് അള്ളാഹു ഈ ആയത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്.
ഇനി ഈ ആയത്തിൻ്റെ അടുത്ത ഭാഗം അള്ളാഹു പറയണത് ആരാണ് നല്ല സ്ത്രീകൾ എന്നാണ് പറയണത്. സ്വാലിഹാത്ത് എന്ന് വെച്ചാൽ സദ്വൃത്തരായ സ്ത്രീകൾ ആരാണ്? ഖാനിത്താത്തുൻ. ഖാനിത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുസരണയുള്ളവൾ അല്ലെങ്കിൽ ഭക്തിയുള്ളവൾ എന്നൊക്കെയാണ് അർത്ഥം. അത് വിവാഹം കഴിഞ്ഞൊരു സ്ത്രീയെ മാത്രമല്ല, ഏതൊരു സ്ത്രീയാണെങ്കിലും അവൾ അനുസരണയുള്ളവളായിരിക്കണം. ഹാഫിലാത്തു എന്ന് വെച്ചാൽ എന്താണ്? കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. ലിൽ ഗൈബ്. ഗൈബ് എന്ന് വെച്ചാൽ നമ്മൾ അദൃശ്യമായത് അല്ലെങ്കിൽ അസാന്നിധ്യം എന്നൊക്കെ പറയാം. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ അവൾ കാത്തു സൂക്ഷിക്കേണ്ടവളാണ്. ഇനിയിപ്പോൾ വിവാഹം കഴിയാത്ത ഒരു സ്ത്രീ ആണെങ്കിലോ അവളെ സംരക്ഷിക്കേണ്ട ആ ആള് ഇല്ലാത്തൊരവസരത്തിൽ അവൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. എന്തൊക്കെയാണ്? അവളുടെ ചാരിത്രമാവാം, അല്ലെങ്കിൽ സമ്പത്താവാം, എന്തൊക്കെയാണോ അള്ളാഹു കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതെല്ലാമാണ്. ബിമാ ഹഫിൽ അള്ളാഹു കാത്തു സൂക്ഷിച്ച പ്രകാരം അവരുടെ അസാന്നിധ്യത്തിൽ അവർ ഈ സ്ത്രീകൾ കാത്തു സൂക്ഷിക്കേണ്ടവരാണ് എന്നാണ് അള്ളാഹു പറയണത്. നല്ലവരായ സ്ത്രീകൾ അനുസരണമുള്ളവരാണെന്നാണ് അള്ളാഹു ആദ്യം പറഞ്ഞത്. അത് അള്ളാഹുവിനോടുള്ള അനുസരണവും അവരുടെ കുടുംബനാഥനോടുള്ള അനുസരണവും ഒക്കെ അതിൽ പെടും. പിന്നെ പറഞ്ഞു ഈ പുരുഷന്മാരുടെ അഭാവത്തിൽ അവരുടെ സംരക്ഷിക്കേണ്ട ചുമതല എന്തിനൊക്കെയുണ്ട്. ഇപ്പോൾ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം മക്കൾ, ഭർത്താവിൻ്റെ സമ്പത്ത്, ഭർത്താവിൻ്റെ വീട്, ഇതെല്ലാം കാത്തു സംരക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അവളുടെ ചാരിത്രം എല്ലാം സംരക്ഷിക്കേണ്ടവളാണ്. അങ്ങനെ ചെയ്യണ ഒരു സ്ത്രീയാണ് ഏറ്റവും നല്ല സ്ത്രീ എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. ഇനി അടുത്തൊരു ഭാഗം അള്ളാഹു പറയണത്, ഇനി നിങ്ങൾ ആരെങ്കിലും പുരുഷന്മാർ ഭയപ്പെടുകയാണ് അവരുടെ സ്ത്രീകളിൽ നിന്നും എന്തെങ്കിലും ഒരു അനുസരണക്കേടോ അല്ലെങ്കിൽ ഒരു പിണക്കമോ ഉണ്ടാവുകയാണെങ്കിൽ, പിണക്കം എന്ന് വെച്ചാൽ ഈ അനുസരണക്കേടാണ് അവിടെ കൂടുതൽ യോജിച്ചതായിട്ട് പണ്ഡിതന്മാർ പറയണത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നിങ്ങൾ അവരെ ഉപദേശിക്കണം, നല്ല രീതിയിൽ ഉപദേശിക്കണം, മര്യാദ വാക്കുകൾ പറയണം. അവരോട് ഉപദേശിച്ച് നോക്കാതെ ഈ ചെയ്ത കാര്യം ശരിയായില്ല അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് കാര്യങ്ങളെന്ന് അവർക്ക് വിശദമായി പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അവരനുസരിക്കണില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ട കാര്യം അവരെ കിടപ്പ് റൂമിൽ നിന്നും, അവരുടെ ബെഡ്റൂമിൽ നിന്നും അവരെ മാറ്റി നിർത്തുക എന്നാണ്. മാറ്റി നിർത്തുക എന്ന് ഉദ്ദേശിക്കുന്നത് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നാണ്. ഒരു റൂമിൽ തന്നെ ആണെങ്കിലും പരസ്പരം ബന്ധമില്ലാണ്ടിരിക്കുക, ഒരു അകൽച്ച കാണിക്കുക എന്നാണ് രണ്ടാമത്തെ അള്ളാഹു പറഞ്ഞു തന്ന കാര്യം. അതും കഴിഞ്ഞിട്ടും അവരനുസരിക്കണില്ലെങ്കിൽ പിന്നെ അള്ളാഹു പറഞ്ഞു വദ്രിബൂഹുൻ, അവരെ അടിക്കുക എന്ന് പറഞ്ഞു. ഈ അടിക്കുക എന്ന് പറഞ്ഞിടത്ത് പുരുഷന്മാരതങ്ങോട്ട് വലിയ കാര്യമായിട്ട് ഏറ്റെടുക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അടിക്കാൻ പറഞ്ഞിരിക്കണത് നമ്മൾ വിചാരിക്കണ പോലെ തല്ലിച്ചതയ്ക്കാനല്ല അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെ നേരിയ രീതിയിലുള്ള വേദനിപ്പിക്കലാണ് അള്ളാഹു അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഖുർആനിനെ വിമർശിക്കുന്നവർ പറയും, കണ്ടത് എന്തൊരു പഴഞ്ചൻ ഗ്രന്ഥമാണ്, സ്ത്രീകളെ അടിക്കാനാണ് പറഞ്ഞിരിക്കണതെന്നാണ് പറഞ്ഞത്. ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ശാരീരികമായ ഉള്ള വേദനിപ്പിക്കലല്ല, അതിനേലും അപ്പുറം മനഃശാസ്ത്രപരമായ ഒരു നടപടിയാണ് അള്ളാഹു അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതുവരെ തന്നോട് അനിഷ്ടം പ്രകടിപ്പിക്കാത്ത അല്ലെങ്കിൽ തന്നോടൊരു മോശമായി സംസാരിക്കാത്ത എൻ്റെ ഇണ ഇതാ എൻ്റെ നേരെ കൈ ഉയർത്തിയിരിക്കുന്നു എന്ന ആ ഒരു സംഭവം ആ ഭാര്യയിൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കുക എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതിനു മുമ്പ് ചെറിയ കാര്യത്തിന് പോലും ഒച്ചയും ബഹളവും ഉണ്ടാക്കണം അല്ലെങ്കിൽ തല്ലിച്ചതയ്ക്കണ ഒരു ഭർത്താവ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രതികരണവും ഈ ഭാര്യയിൽ ഉണ്ടാക്കില്ല, നല്ല പ്രതികരണം ഉണ്ടാക്കില്ല. അള്ളാഹു ഇവിടെ പറയണത് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബത്തിൽ ഭാര്യ എന്തെങ്കിലും ഒരു അനുസരണക്കേടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിണക്കോ കാണിക്കുകയാണ് ഭർത്താവിനോട്, അപ്പോൾ ആരാണ് മുൻകൈ എടുക്കേണ്ടതെന്നാണ് പറഞ്ഞാൽ ഭർത്താവാണ് ആ പ്രശ്നത്തെ, കുടുംബത്തിലെ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് മുൻകൈ എടുക്കേണ്ടത്. അതെങ്ങനെ ആയിരിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. ആദ്യം എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഉപദേശിക്കണം. ആ ഉപദേശം എങ്ങനെയായിരിക്കണം? കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വഷളാക്കണ രീതിയിലൊന്നും ആക്കരുത്. ഉപദേശം സ്നേഹപൂർണ്ണമുള്ളതായിരിക്കണം, ഗുണകാംക്ഷയോട് കൂടി ഉണ്ടായിരിക്കണം. എന്താണ്? ഈ പ്രശ്നം പരിഹരിക്കണം, വീട്ടിലുള്ള ഈ ഒരു നല്ലതല്ലാത്ത ഈ ഒരു അന്തരീക്ഷം മാറ്റണം എന്നൊരു ഉദ്ദേശത്തിലായിരിക്കണം ഈ ഉപദേശം ഉണ്ടാവുന്നത്. അങ്ങനെ ഉപദേശിച്ചൊക്കെ നോക്കി എന്നിട്ടും ഈ സ്ത്രീയിൽ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നും കണ്ടില്ലെങ്കിൽ കിടപ്പ് സ്ഥാനം വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞു. അതും നടന്നിട്ടില്ലെങ്കിലാണ് പിന്നെ അള്ളാഹു പറഞ്ഞത് അടിക്കുക എന്ന്. ഈ അടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളടത്ത് പണ്ഡിതന്മാർ പറയണത് ഈ റാക്കിൻ്റെ കൊള്ളിയുടെ ഏറ്റവും കനം കുറഞ്ഞ നീളം കുറഞ്ഞ ഒരു വടി കൊണ്ട് ആണ് അടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് കിട്ടിയ ചാൻസിൽ അങ്ങോട്ട് അടിച്ച് പപ്പടാക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അപ്പോൾ ഈ അടി മാത്രമാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതും എങ്ങനെയാണ്? 3-ൽ കൂടുതൽ പ്രാവശ്യം അടിക്കാൻ പാടില്ല. പിന്നെന്താ? പരിക്കേൽപ്പിക്കാത്ത രീതിയിലായിരിക്കണം, എന്നാൽ ചെറിയ രീതിയിൽ വേദന എടുക്കണ രീതിയിലായിരിക്കണം. ശാരീരികമായി ചെറിയ വേദന എടുക്കണം, എന്നാലല്ലേ ചിന്തിക്കുകയുള്ളൂ അല്ലേ. പക്ഷേ ഒരിക്കലും പരിക്കേൽപ്പിക്കാത്ത രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഒരിക്കലും സ്ത്രീയുടെ മുഖത്ത് തല്ലാൻ പാടില്ല. അവളെ തോൽപ്പിക്കാൻ വേണ്ടി തല്ലിച്ചതച്ച് അവിടെ ഇടാനല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. കാരണം ശാരീരികമായി എപ്പോഴും സ്ത്രീയേക്കാളും കരുത്തുള്ളത് പുരുഷന് തന്നെയാണ്. അപ്പോൾ ഒരു തോന്നലുണ്ടാവും എനിക്കെന്തും ചെയ്യാം. കാരണം തിരിച്ചടിക്കാനുള്ള കഴിവ് സ്ത്രീക്ക് എന്തായാലും പുരുഷൻ്റെ അത്ര ഉണ്ടാവില്ല നോർമൽ കേസിലല്ലേ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത് തല്ലേണ്ടത്.
ഈ തല്ലിൻ്റെ ഉദ്ദേശം അവളെ സംസ്കരിച്ചെടുക്കുക എന്നാണ്. ആ വന്നുപോയ തെറ്റിനെ അവൾ മനസ്സിലാക്കി അതിൽ നിന്നും മാറണം എന്നുള്ളതാണ്. പരമാവധി ഈ തല്ല് ഉപേക്ഷിക്കാൻ തന്നെയാണ് പണ്ഡിതന്മാർ പറയണത്. ഒരിക്കലും മുഖത്തോ മർമ്മത്തോ തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. നല്ല പുരുഷന്മാർ സ്ത്രീകളെ തല്ലുകയില്ല. സ്ത്രീയെ അടിമയെപ്പോലെ തല്ലുകയും പിന്നീട് രാത്രി കിടക്ക പങ്കിടുകയും ചെയ്യുന്നവർ എത്ര മോശപ്പെട്ടവരാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇനി തല്ലുകൊണ്ട് ഭാര്യയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താവ് ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭാര്യ നന്നാക്കുകയാണ്, അവളുടെ സ്വഭാവമൊക്കെ നന്നാക്കി അവൾ അനുസരണക്കേടൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവരെ ഉപദ്രവിക്കാൻ പാടില്ല. പിന്നെ അവരുടെ മേൽ നീ അന്ന് അങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ആയിരുന്നില്ലേ എന്ന് പറഞ്ഞ് പിന്നെ അതും പറഞ്ഞ് മുന്നോട്ട് പോകരുത് കുടുംബജീവിതം എന്നാണ് അള്ളാഹു പറയണത്. അപ്പോൾ ആയത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. ഫസ്വാലിഹാത്ത്, സ്വാലിഹാത്ത് എന്ന് വെച്ചാൽ എന്താണ്? സദ്വൃത്തരായ സ്ത്രീകൾ. ഖാനിത്താത്തുൻ, അനുസരണയുള്ളവരാണ്. ഹാഫിലാത്തുൻ, നമുക്ക് ഹാഫിൽ അറിയാം അല്ലേ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിനെ മനസ്സിൽ സൂക്ഷിച്ച ആളുകളെയാണ് ഹാഫിൽ എന്ന് പറയാം. അപ്പം ഹാഫിലാത്തു എന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ലിൽ ഗൈബ്, അസാന്നിധ്യത്തിൽ, അത് ഭർത്താവിൻ്റെ ആകാം അല്ലെങ്കിൽ സംരക്ഷിക്കണ ആരാണോ അവരുടെ അസാന്നിധ്യത്തിൽ. ബിമാ ഹഫിലല്ലാ, അള്ളാഹു കാത്തു സൂക്ഷിച്ച പ്രകാരം. ഇനി വല്ലാത്തി, യാതൊരു സ്ത്രീകൾ തഖാഫൂന, നിങ്ങൾ അവരെക്കുറിച്ച് ഭയപ്പെടുന്നു. ആര്? ഈ പുരുഷന്മാർ ആ സ്ത്രീകളെക്കുറിച്ച് ഭയപ്പെടാണ്. നുഷൂസഹുന്ന, അവരുടെ പിണക്കത്തെ അല്ലെങ്കിൽ അവരുടെ അനുസരണക്കേടിനെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഭയപ്പാടുണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരിങ്ങനെ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫഇലൂഹുന്ന, എന്നാൽ നിങ്ങൾ വഅല് നമുക്കറിയാം അല്ലേ, സതുപദേശം, അതാണ് ഫഇലൂഹുന്ന, നിങ്ങൾ ആ സ്ത്രീകളെ സതുപദേശം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഉപദേശിക്കുവിൻ. വഹ്ജുറൂഹുന്ന, ഹജറാന്ന് ചെന്താ വെടിയുക, നിങ്ങൾ വെടിയുക അവരെ. ഫിൽ മലാജി, കിടപ്പു സ്ഥാനങ്ങളിൽ നിന്നും, നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്നും അവരുമായി വിട്ടുനിൽക്കുക. വദ്രിബൂഹുന്ന, അതും നടന്നില്ലെങ്കിൽ അവരെ അടിക്കുക. ഫഇൻ അത്തഅനക്കും, എന്നിട്ട് ഇനി അവർ നിങ്ങളെ അനുസരിച്ചെങ്കിൽ ഫലാ തബ്ഗു അലൈഹിന്ന, എന്നാൽ പിന്നെ അവരുടെ മേൽ നിങ്ങൾ പിന്നെ വേറൊരു മാർഗത്തെ നിങ്ങൾ സ്വീകരിക്കേണ്ട, പിന്നീട് വേറെ നടപടികളൊന്നും അവരോട് എടുക്കണ്ട എന്നാണ് അള്ളാഹു പറയണത്. അലൈഹിന്ന സബീല, സബീൽ എന്ന് വെച്ചാൽ മാർഗം, വേറൊരു നടപടിയും അവരുടെ മേൽ എടുക്കേണ്ട. അവർ കാര്യങ്ങളൊക്കെ നന്നാക്കുകയാണെങ്കിൽ പിന്നെ നല്ല രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് അള്ളാഹു പറയണത്. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു കാന ആകുന്നു, അലിയൻ, അള്ളാഹു ഏറ്റവും ഉന്നതനാകുന്നു, കബീറ, വലിയവനുമാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ആയത്ത് അള്ളാഹു ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇവിടെ അള്ളാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇന്നല്ലാഹ കാന അലിയൻ കബീറ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു ഏറ്റവും ഉന്നതനാകുന്നു, വലിയവനാകുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അവിടെ അള്ളാഹു ഇതിനു മുമ്പ് വിശദമായി പറഞ്ഞു തന്നു എങ്ങനെയാണ് ഒരു സ്ത്രീയോട് പെരുമാറേണ്ടതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒക്കെ പറഞ്ഞു തന്നതിന് ശേഷം പിന്നെയും പുരുഷൻ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുകയാണ്, അല്ലെങ്കിൽ കാരണം കൂടാതെ കയർത്ത് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നിസ്സാര കാര്യത്തിന് വേണ്ടി അടിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുക, അങ്ങനെ പലതരത്തിലും സ്ത്രീയെ പീഡിപ്പിക്കുക അല്ലേ. അങ്ങനെ ചെയ്യണ പുരുഷന്മാർക്കുള്ളൊരു താക്കീതാണ് അവിടെ അള്ളാഹു പറയണത്. നിശ്ചയമായും അള്ളാഹു ഉന്നതനും വലിയവനുമാകുന്നു. പുരുഷന് സ്ത്രീയുടെ മേലുള്ള നിയന്ത്രണാധികാരം അവൻ ദുരുപയോഗപ്പെടുത്തുന്ന പക്ഷം അവൻ്റെ മേൽ തക്കമായ നടപടി എടുക്കാൻ അള്ളാഹു തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളൊരു ഓർമ്മിപ്പിക്കലാണ് അവിടെ അള്ളാഹു നൽകണത്. ഇപ്പോൾ തൽക്കാലം ഇവർ ജയിച്ച മാതിരിയൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ ഇതിന് തക്കതായ നടപടി അള്ളാഹു എടുക്കും എന്നൊരു താക്കീത് അള്ളാഹു അവിടെ നൽകിക്കൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയണ ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യവും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവർ വേർപിരിഞ്ഞു പോകുമെന്ന് ഭയപ്പാട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവരുടെ ഇടയിൽ ഒരു മധ്യസ്ഥനെ വെക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ഇതുവരെ പറഞ്ഞു 3 കാര്യങ്ങളായിരുന്നു അല്ലേ. ആദ്യം ഉപദേശിക്കാൻ പറഞ്ഞു, പിന്നെ അല്ലെങ്കിൽ അവരിൽ നിന്നും കിടപ്പു സ്ഥാനത്ത് നിന്നും വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അടിക്കുക എന്ന് പറഞ്ഞു. ഈ 3 കാര്യമാണ് പറഞ്ഞത്. അടുത്ത സ്റ്റെപ്പാണ് അള്ളാഹു ഇനി പറയണത്. എന്നിട്ട് ഇവർ നന്നാവണില്ല, ഇനിയും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഇവരെന്ത് ചെയ്യണം? ഇവർ ഒരു മധ്യസ്ഥനെ തീരുമാനിക്കണം. അത് എങ്ങനെയായിരിക്കണം ഈ മധ്യസ്ഥൻ എന്ന് പറയുന്നത്? ഭാര്യയുടെ ഭാഗത്തു നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നൊരാളും ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും ഒരാൾ, അല്ലെങ്കിൽ കുടുംബക്കാർ തന്നെ ആണെന്നില്ല, 2 പേരുടെ സൈഡിൽ നിന്നും അവർക്ക് ആരാണോ കൂടുതൽ യോജിച്ചതായിട്ട് തോന്നണേ അവരെ മധ്യസ്ഥന്മാരായിട്ട് വിളിക്കുക. എന്നിട്ട് ഇവർ തമ്മിൽ നന്നായി പോകാനാണ് ഈ മധ്യസ്ഥന്മാർ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് മനസ്സിലാവുന്നത് ഇവർ നന്നായി പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇവർ നന്നായി പോകാനാണ് ഈ ഭാര്യ ഭർത്താക്കന്മാരും ഈ മധ്യസ്ഥന്മാരൊക്കെ ആഗ്രഹിക്കണമെങ്കിൽ അള്ളാഹു അതിലേക്ക് എത്തിച്ചു തരും എന്നാണ് പറയണത്. അടുത്ത ആയത്ത് ഇൻ ഖിഫ്തും, ഖാഫാന്ന് വെച്ചാൽ എന്താ? ഭയപ്പെടുക. ഇന്ന് ചെങ്കിൽ, ഇനി നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, ഈ നിങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ
ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബങ്ങളെയാണ് ഈ പറയണത്. നിങ്ങൾ ഈ കുടുംബത്തിലുള്ളവർ അല്ലെങ്കിൽ സമൂഹത്തിലുള്ളവർ ഭയപ്പെടുകയാണ്. ഷിഖാഖ ബൈനിഹിമ, ഇവർ രണ്ടുപേർക്കിടയിലുള്ള ഒരു പിളർപ്പ്. ഷിഖാഖ് എന്ന് വെച്ചാൽ വേർപിരിവ് അല്ലെങ്കിൽ പിളർപ്പ് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫബ് അസൂ, ബഅസ എന്ന് വെച്ചാൽ നിയോഗിക്കുക. ഹക്കമൻ, ഹക്കമ എന്ന് വെച്ചാൽ ആരാണ്? വിധികർത്താവ്. ഹാക്കിം എന്ന് വെച്ചാൽ വിധികർത്താവിനെ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനെ നിങ്ങൾ നിയോഗിക്കുക. മിൻ അഹ്ലിഹി, അവൻ്റെ ആളുകളിൽ നിന്നും, അതായത് പുരുഷൻ്റെ കുടുംബത്തിൽ നിന്നും. ഹക്കമൻ മിൻ അഹ്ലിഹ, ആ സ്ത്രീയുടെ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ അവളുടെ ആളുകളിൽ നിന്നും ഒരു വിധികർത്താവിനെ നിങ്ങൾ നിശ്ചയിക്കുക. ഇൻയുരീദ, ഇനി ഇവർ രണ്ടുപേരും ഉദ്ദേശിക്കുകയാണ് ഇസ്ലാഹൻ, ഇവർ നന്നായി പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യുവഫിഖില്ലാഹു, അള്ളാഹു യോജിപ്പ് വരുത്തും ബൈനഹുമ, അവർക്കിടയിൽ. അപ്പോൾ ഇവർ ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും ഈ പ്രശ്നമൊക്കെ വലുതായി അത് ഒരു വേർപിരിവിൻ്റെ പക്കത്തെത്തി നിൽക്കേണ്ടാവുക. അപ്പോൾ അള്ളാഹു ഈ മധ്യസ്ഥന്മാരും അല്ലെങ്കിൽ ഈ ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കും പിളർന്നു പോകാൻ ആഗ്രഹം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല അല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അള്ളാഹു പറയാണ്, അള്ളാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കും. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു കാന ആകുന്നു അലീമൻ ഖബീറ, സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു എന്ന്. ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ കുറച്ച് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളിൽ വെച്ച് ഉത്തമയായവൾ ഇങ്ങനെയുള്ളൊരു സ്ത്രീയാണെന്ന് പറഞ്ഞത്, നീ അവളെ നോക്കിയാൽ, അതായത് ഭർത്താവ് ആ ഭാര്യയെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷപ്പെടുത്തും. നീ അവളോട് കൽപ്പിച്ചാൽ അവൾ അതിനെ അനുസരിക്കും. നീ അവളിൽ നിന്ന് വിട്ടുമറഞ്ഞു പോയാൽ അല്ലെങ്കിൽ നിൻ്റെ അസാന്നിധ്യത്തിൽ നിൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിലും അവളുടെ ദേഹത്തിൻ്റെ കാര്യത്തിലും അവൾ നിന്നെ കാത്തു സൂക്ഷിക്കുന്നവളുമായിരിക്കും. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുമ്പ് പറഞ്ഞ ആ ഖുർആൻ ആയത്താണ് ഓതിയത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസാണ്, ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ തൻ്റെ വിരിപ്പിലേക്ക് വിളിച്ചിട്ട് അവൾ അഹങ്കാരപൂർവ്വം വിസമ്മതിക്കുന്ന പക്ഷം നേരം പുലരുന്നതുവരേക്കും മലക്കുകൾ അവളെ ശപിക്കുന്നതാണ്. പിന്നെ പറഞ്ഞു, ഏതൊരു സ്ത്രീയുടെ ഭർത്താവ് അവളെപ്പറ്റി തൃപ്തനായിക്കൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. പിന്നെ പറഞ്ഞു, നിങ്ങളിൽ ഒരാളും തന്നെ അടിമകളെ അടിക്കുന്ന പ്രകാരം തൻ്റെ ഭാര്യയെ അടിക്കരുത്. പിന്നീട് ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ അവളുമായി ശയിക്കേണ്ടതാണല്ലോ. അങ്ങനെയാണെങ്കിൽ എത്രയോ മോശപ്പെട്ടവനാണ് ആ പുരുഷൻ എന്നാണ് പറയണത്. പിന്നെ പറഞ്ഞു, ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അയാൾക്ക് തൻ്റെ ഭാര്യയോടുള്ള കടമകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഭക്ഷണം കഴിച്ചാൽ അവൾക്കും ഭക്ഷണം നൽകുക, നീ വസ്ത്രം ധരിച്ചാൽ അവൾക്കും വസ്ത്രം നൽകുക, മുഖത്തടിക്കാതിരിക്കുക, ചീത്ത വാക്കുകൾ പറയാതിരിക്കുക, വേണ്ടി വരുമ്പോൾ വീട്ടിനുള്ളിൽ വെച്ചല്ലാതെ അവളെ വെടിഞ്ഞു നിൽക്കാതിരിക്കുക. അതായത് തല്ലുപിടിക്കാണ്ടിരിക്കുകയെന്ന്. വീട്ടിൽ വെച്ചിട്ട് വേണമെങ്കിൽ അത്രയും നിവൃത്തിയില്ലെങ്കിൽ ആവാം, അല്ലാണ്ട് പുറത്ത് വെച്ചിട്ട് അവളെ ഉപേക്ഷിച്ചിട്ട് പോകണ ഒരവസ്ഥ ഉണ്ടാവരുത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഇതാണ്, സത്യവിശ്വാസികളിൽ ഏറ്റവും വിശ്വാസം പൂർത്തിയായവൻ അവരിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാകുന്നു. നിങ്ങളിൽ വെച്ച് ഉത്തമൻ തങ്ങളുടെ സ്ത്രീകളോട്, അതായത് ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാകുന്നു എന്നാണ്. നല്ല സ്വഭാവമുള്ള ഭർത്താക്കന്മാരാണ് ഏറ്റവും നല്ല പുരുഷന്മാരെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. കുറച്ച് പേര് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറഞ്ഞു, പേർഷ്യൻ രാജാക്കളുടെ മുൻപിൽ അവരുടെ പ്രജകൾ സുജൂദ് ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഞങ്ങൾ സുജൂദ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരാൾക്ക് സുജൂദ് ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കുകയാണെങ്കിൽ സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാനാണ് ഞാൻ കൽപ്പിക്കുക എന്നാണ്. അങ്ങനെ കൽപ്പിച്ചിട്ടില്ല, പക്ഷേ അങ്ങനെ സുജൂദ് ചെയ്യാൻ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയാണെങ്കിൽ ഭാര്യ ഭർത്താവിനെ ആണ് സുജൂദ് ചെയ്യേണ്ടത് എന്ന്. കാരണം അപ്പോൾ അത്രയ്ക്കും ഭർത്താവിനുള്ള സ്ഥാനം അവിടെ പറഞ്ഞു തരുന്നത്. പക്ഷേ ആ ഭർത്താവ് എങ്ങനെ ആയിരിക്കണം എന്നും മുമ്പ് പറഞ്ഞു തന്നു അല്ലേ. ഹജ്ജത്തുൽ വിദായിലെ പ്രസിദ്ധമായ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കാരണം എന്താണ്? നിങ്ങളുടെ അധീനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധനത്തിലാണ് അവരുള്ളത്. ഈ ഭർത്താക്കന്മാർക്ക് ഇഷ്ടമില്ലാത്തവരെ അവരുടെ വിരിപ്പിലേക്ക് അവർ അനുവദിച്ചുകൂടാ, വിരിപ്പിൽ ചവിട്ടാൻ അനുവദിച്ചുകൂടാ. അത് നിങ്ങളോടുള്ള അവരുടെ കടമയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത ഒരാളെ, ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഒരാളെ അവരുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ വിരിപ്പിലേക്കോ ക്ഷണിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതവർ ചെയ്താൽ അവരെ മുറിവോ ചതവോ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അടിച്ചുകൊള്ളുക. അത്രയും മോശപ്പെട്ടൊരു കാര്യം ചെയ്താലാണ് അടിക്കാനായിട്ടുള്ളൊരു അനുവാദം കൊടുത്തിട്ടുള്ളൂ. മര്യാദ പ്രകാരം അവരുടെ ഭക്ഷണവും വസ്ത്രവും അവർക്ക് നിങ്ങൾ നൽകേണ്ടതുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവേണ്ടത് എന്താണ്? ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഏറ്റവും നല്ല രീതിയിലായിരിക്കണം പരസ്പരം പെരുമാറേണ്ടത്. രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒരു മാനിക്കണം അല്ലേ. ഒരാൾ മാത്രം വലിയ അധികാരിയാണ്, മറ്റാൾ ഒരു അടിമയാണ്, അടുക്കളയിൽ മാത്രം പണിയെടുക്കേണ്ടവളാണ് എന്നൊരു ചിന്താഗതി ഇസ്ലാമിലില്ല.
അതാണ് ഈ ആയത്തിന് പലരും വിമർശിക്കണം. എന്താണ്, സ്ത്രീകളെ മോശമാക്കിക്കൊണ്ടുള്ള ഒരു ആയത്തായിട്ടാണ് പറയുന്നത്. കാരണം സ്ത്രീകളെ അടിച്ചോളാനൊക്കെയാണ് പറഞ്ഞേക്കണത്. പക്ഷേ ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്ത്രീകളുടെ സംരക്ഷണം ഇവിടെ ഉറപ്പുവരുത്തുന്ന ഒരു ആയത്താണിതല്ലേ. എങ്ങനെയാണ് ഒരു സ്ത്രീയോട് പെരുമാറേണ്ടത് എന്നാണ് അള്ളാഹു ഇവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു കൂട്ടുത്തരവാദിത്തമാണ് ഈ പുരുഷനും സ്ത്രീക്കും ഉള്ളതല്ലേ. കുടുംബം നന്നായി പോകാൻ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, രണ്ടുപേരും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു കാര്യം, രണ്ടുപേർക്കും അവരുടേതായ രീതിയിലുള്ള പരിമിതികൾ ഉണ്ടാവാം. അപ്പം അതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് അള്ളാഹു നമുക്ക് ഉപദേശം നൽകണത്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ്, ഈ മനുഷ്യരുടെ കടമകളിൽ വെച്ച് നിങ്ങൾ ഏറ്റവും വലിയ കടമ നിങ്ങളുടെ എന്താണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്. നിങ്ങൾ അള്ളാഹുവിനോട് യാതൊരാളെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു ഒരു 9 വിഭാഗം ആളുകളെ കുറിച്ച് പറയാണ്, അവരോട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിലാണ് വർത്തിക്കേണ്ടതെന്ന് പറഞ്ഞു. നമുക്ക് ആയത്തൊന്ന് നോക്കാം. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽവാലിദൈനി ഇഹ്സാനൻ വബിദിൽ ഖുർബാ വൽയതാമാ വൽമസാകീനി വൽജാരിദിൽ ഖുർബാ വൽജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീലി വമാ മലകത് ഐമാനുകും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ. വഅബ്ദു നിങ്ങൾ ആരാധിക്കുവിൻ, അള്ളാഹുവിനെ, വലാ തുശ്രിക്കു നിങ്ങൾ പങ്കു ചേർക്കുകയും അരുത്, ബിഹി അവനോട്, ഷൈഅ യാതൊന്നിനെയും. പിന്നെ അപ്പോൾ ആദ്യം തന്നെ അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനാണ്. നമ്മൾ ഖുർആൻ എടുത്ത് നോക്കിയാൽ എവിടെ കാണാൻ പറ്റും, അള്ളാഹുവിനോട് ഉള്ള കടമകൾ നിർവഹിക്കണ പോലെ തന്നെ അടുത്തത് പറഞ്ഞിട്ടുണ്ടാവും, മാതാപിതാക്കളോടുള്ള കടമകൾ നിങ്ങൾ നിർവഹിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. അത്രയും സ്ഥാനമാണ് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളത്. വബിൽ വാലിദൈനി ഇഹ്സാന, വാലിദ ആരാണ്, മാതാപിതാക്കൾ, മാതാവിനും പിതാവിനും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. പിന്നെ പറഞ്ഞു വബിദിൽ ഖുർബ, അടുത്ത ബന്ധമുള്ളവരോടും, വൽ യതാമ അനാഥകളോടും, വൽ മസാക്കീൻ സാധുക്കളോടും, വൽ ജാരിദിൽ ഖുർബ, ജാർ എന്ന് വെച്ചാരാണ്, അയൽവാസിയാണ്, നിങ്ങളുടെ അയൽവാസി, അടുത്ത ബന്ധമുള്ള അയൽവാസിയോടും, വൽ ജാരിൽ ജുനുബ്, ഇനി അടുത്ത ബന്ധമില്ലാത്ത അകന്ന ഒരു അയൽവാസിയോടും, നമ്മുടെ ബന്ധുവൊന്നും ആയിരിക്കില്ല പക്ഷേ നമ്മുടെ അയൽവാസിയാണെങ്കിൽ അയാളോടും നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. സ്വാഹിബി ബിൽ ജംബ്, സ്വാഹിബ് ആരാണ്, കൂട്ടുകാരനാണല്ലേ. ബിൽ ജംബ് നിങ്ങളുടെ അരികെയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ജൻബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജുനുബ് എന്നൊക്കെ വെച്ചാൽ പാർശ്വം എന്നാണ് അർത്ഥം. അപ്പം നിങ്ങളുടെ അരികെയുള്ള കൂട്ടുകാരനോടും, വബിനിസ് സബീൽ വഴിപോക്കനോടും, ഈ വഴിപോക്കനെയൊന്നും ചിലപ്പോൾ നമുക്ക് അറിയുണ്ടാവില്ല അല്ലേ, അറിയാത്ത ഒരാളാണ്, നമ്മൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഒരാൾ, പല ആവശ്യങ്ങൾക്കായി നമ്മൾ പുറത്തൊക്കെ പോണവരാണല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്ന ഒരാളോടും നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കണം. വമാ മലകത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരോടും നിങ്ങൾ ഏറ്റവും നന്നായി വർത്തിക്കണം എന്നാണ് അള്ളാഹുവിടെ പറയണത്. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, ലാ യുഹിബ്ബു, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, മൻ കാന മുഖ്താലൻ ഫഖൂറ, മുഖ്താല ആരാണ്, പൊങ്ങച്ചക്കാരൻ, ഫഖൂർ ദുരഭിമാനി. അപ്പോൾ ഈ ദുരഭിമാനിയെയും പൊങ്ങച്ചക്കാരനെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞു തരുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ഏറ്റവും കടമപ്പെട്ടിരിക്കുന്നത് ആരോടാണ്, അള്ളാഹുവിനോടാണ്. അപ്പോൾ ആദ്യം തന്നെ അള്ളാഹു പറഞ്ഞതാണ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനെ പങ്കു ചേർക്കാതിരിക്കുക, ആരെയും പങ്കു ചേർക്കാതിരിക്കുക. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതുള്ളൂ അല്ലേ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പറഞ്ഞത് മാതാപിതാക്കളുടെ വിഷയത്തിലാണ്. ഇപ്പോൾ ഈ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കണം, അവരോട് മോശപ്പെട്ട വാക്കുകൾ സംസാരിക്കാൻ പാടില്ല, അവരെ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞെടുത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ മാതാപിതാക്കൾ തന്നെ നമ്മളെ ശിർക്കിലേക്ക് നയിക്കുകയാണ് അല്ലേ. പല രീതിയിലുള്ള മാതാപിതാക്കളുണ്ടാവും, പ്രത്യേകിച്ച് മാതാക്കളായിരിക്കും ഇങ്ങനത്തെ വിഷയത്തിൽ. ഇന്നൊരു സ്ഥലത്ത് ഇന്നൊരു ജാറുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ഇന്ന ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ജോലി കിട്ടാൻ, അല്ലെങ്കിൽ ഇന്ന അസുഖം മാറാൻ ഇന്ന ചെയ്യാന്നൊക്കെ ഉപദേശിക്കുമല്ലേ. അപ്പോൾ അതേ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അവരോട് മോശമായിട്ടൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ അർഹതയുണ്ടോ? ഒരിക്കലുമില്ല. അള്ളാഹു കൽപ്പിച്ചതിനെതിരായി മാതാപിതാക്കൾ എന്നല്ല ആര് പറഞ്ഞാലും അവിടെ അതിന് യാതൊരു സ്ഥാനവും ഇല്ല. പക്ഷേ അതും പറഞ്ഞിട്ട് അവരോട് മോശമായി പെരുമാറാൻ പാടുമോ? അതുമില്ല. അവരോട് ഏറ്റവും നല്ല രീതിയിൽ, അവരിനി എങ്ങനെയുള്ള ആളുകളായിക്കോട്ടെ, മാതാപിതാക്കൾ അവിശ്വാസികളോ അല്ലെങ്കിൽ ഏതൊരു സ്വഭാവമുള്ളവരായിക്കോട്ടെ, മക്കളെ സംബന്ധിച്ചിടത്തോളം അവരോട് ഏറ്റവും നന്നായി വർത്തിക്കണം. പക്ഷേ ഒരു അന്യായമായ ഒരു കാര്യമാണ് നിങ്ങളോട് കൽപ്പിക്കണമെങ്കിൽ നിങ്ങളതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. മാതാവിൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം എന്ന് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ
ഓരോ മാതാവും ചിന്തിക്കേണ്ടത് എന്താണ്, ഞാനൊരു സ്വർഗം പോലെ എൻ്റെ മക്കളുടെ മുൻപിൽ നിന്ന് കൊടുക്കണം, അല്ലെങ്കിൽ അവരെ ഏറ്റവും നല്ല രീതിയിൽ, അവരെ ഈഹത്തിലും പരത്തിലും അവർക്ക് നന്മയുണ്ടാവുന്ന രീതിയിലായിരിക്കണം ഞാൻ അവരുടെ മുമ്പിൽ നിൽക്കേണ്ടത് എന്നാണ് ഒരു മാതാവ് ചിന്തിക്കേണ്ടത്. മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ മാതാവിനോടോ അല്ലെങ്കിൽ പിതാവിനോടോ മോശമായി ഞാൻ പെരുമാറാൻ പാടില്ല. അവർ പ്രായാധിക്യം കൊണ്ട് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അപ്പോൾ അവരിൽ പലതരത്തിലുള്ള കുറവുകളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മളുടെ നിന്നൊരു എന്നൊരു വാക്ക് പോലും, അല്ലെങ്കിൽ ഒരു നോട്ടം പോലും, ആ വാക്ക് എന്നല്ല, നമുക്കൊരു ഇഷ്ടക്കേടിൻ്റെ ഒരു നോട്ടം പോലും നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഓർക്കേണ്ടത്. പിന്നെ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത കുടുംബമുള്ളവരോടും. നമ്മളുടെ കുടുംബത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലതരം പ്രശ്നങ്ങളുള്ളവരുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ അവരോട് എങ്ങനെയുള്ളൊരു നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ പറഞ്ഞു, നമ്മുടെ കുടുംബക്കാരോട് മാത്രം നന്നായി നിന്നു, നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ ഭാര്യയോടും മക്കളോടൊക്കെ നല്ലതാണ് ഞാൻ, പക്ഷേ വേറെ ആർക്കും ഒന്നും കൊടുക്കാൻ എനിക്ക് പറ്റില്ല, വേറെ ആരുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല അല്ലേ. നിങ്ങൾ അനാഥകളോടും പാവപ്പെട്ട സാധുക്കളോടും പിന്നെ അയൽക്കാരോടും, അയൽവക്ക ബന്ധത്തിന് ഇസ്ലാം കൽപ്പിക്കുന്ന പ്രാധാന്യം വളരെ വലുതാണല്ലേ. അതിനെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും ആർ വിശ്വസിക്കുന്നുവോ അവൻ തൻ്റെ അയൽക്കാരന് നന്മ ചെയ്തു കൊള്ളട്ടെ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അനന്തരാവകാശ സ്വത്തിൽ അയൽക്കാരന് വിഹിതം കൊടുക്കണം എന്ന് പറയുമെന്ന് വരെ ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്. കാരണം അവരോടുള്ള ബാധ്യതകൾ, അയൽക്കാരോടുള്ള ബാധ്യതകൾ അത്രയും വലുതാണ്. പല വിട്ടുവീഴ്ചകളും നമ്മൾ ചെയ്യേണ്ടി വരും അല്ലേ. പിന്നെ പറഞ്ഞു, അടുത്ത അയൽവക്കത്തുള്ളത് നമ്മുടെ അടുത്ത ബന്ധുവാണെങ്കിൽ അവരോടും, ഇനിയല്ല നമ്മുടെ ബന്ധമില്ലാത്ത ഒരാളാണ് അയൽവക്കത്തുള്ളെങ്കിലും അവരോടും ഒക്കെ നമ്മൾ നന്നായി പെരുമാറണം. നമ്മളുടെ കൂട്ടുകാരോടും പിന്നെ വഴിപോക്കനോടും പിന്നെ നമ്മളുടെ അധീനത്തിലുള്ള, ഇപ്പം നമ്മളൊരു ഓഫീസിലെ ഒരു മേലധികാരി ആണെങ്കിൽ നമ്മുടെ കീഴിൽ ജോലി ചെയ്യണവരോടും അല്ലെങ്കിൽ നമ്മളുടെ അധികാരത്തിലുള്ളവരോടും ഒക്കെ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിലും മാന്യമായും വർത്തിക്കണം എന്നാണ് അള്ളാഹുവിടെ പഠിപ്പിച്ചു തരണം. ഒരിക്കലും പൊങ്ങച്ചം കാണിക്കുകയോ തൻ്റെ അധികാരം മറ്റുള്ളവരിലേക്ക് കാണിക്കുകയോ അല്ലെങ്കിൽ സാമ്പത്തികമായി കുറച്ച് ഉന്നതിയിലുള്ള ഒരാൾക്ക് ഞാൻ വലിയ ആളാണെന്നൊരു തോന്നലുണ്ടെങ്കിലോ അവർക്കൊക്കെ അള്ളാഹു പറയണത് എന്താണ്, അള്ളാഹു അങ്ങനെയുള്ള ആളുകളെ സ്നേഹിക്കുകയില്ല എന്നാണ് പറഞ്ഞു തന്നത്. ഇനി ഇവിടെ ഈ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ അഥവാ അടിമകൾ, അവരെക്കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, അവർ നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ വേലക്കാരുമാകുന്നു. അള്ളാഹു അവരെ നിങ്ങളുടെ അധികാരത്തിന് കീഴിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും സഹോദരൻ അവൻ്റെ അധികാരത്തിന് കീഴിലുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കീഴിൽ ഒരാൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൻ തിന്നുന്നതിൽ നിന്ന് അവന് ഭക്ഷണം നൽകുകയും, നമ്മുടെ ജോലിക്കാർക്ക് കൊടുക്കേണ്ട കാര്യമാണ് പറയണത്, നമ്മൾ തിന്നുന്നതിൽ നിന്നും അവന് ഭക്ഷണം നൽകുകയും അവൻ ഉടുക്കുന്നതിൽ നിന്ന് അവന് ഉടുക്കാൻ കൊടുക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്ന്. മറ്റൊരു നബിവചനം എങ്ങനെയാണ്, നിങ്ങളിൽ ഒരാളുടെ അടുക്കൽ അവൻ്റെ വേലക്കാരൻ ഭക്ഷണം കൊണ്ടുവരികയാണ്, നമുക്ക് കഴിക്കാനുള്ളൊരു ഭക്ഷണം കൊണ്ട് നമ്മുടെ വേലക്കാരൻ വന്നാൽ അവനെ നമ്മുടെ കൂടെ ഇരുത്തണില്ലെങ്കിൽ, ഇപ്പോൾ ഒരിക്കലും നമ്മളൊരു വേലക്കാരൻ ചിലപ്പോൾ നമ്മുടെ കൂടെ ഇരുത്തിക്കൊള്ളണം എന്നില്ല അല്ലേ. അങ്ങനെ ഇരുത്തുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഒരു പിടിയോ 2 പിടിയോ അവന് നൽകണം. അതായത് നമ്മൾ കഴിക്കണം, നമ്മുടെ വീട്ടിൽ നല്ല എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ ഒരു ജോലിക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നൊരു ഭാഗം, ചെറിയൊരു ഭാഗമെങ്കിലും അവർക്ക് നിങ്ങൾ കൊടുക്കണം എന്നാണ് പറയണത്. അവനല്ലേ നിനക്കിത് വേണ്ടി ഉണ്ടാക്കി തന്നതെന്നാണ്, ചൂടും അധ്വാനവും ഒക്കെ ചെയ്ത് ഇത് പാകം ചെയ്ത് കൊണ്ടുവന്നത് അയാളല്ലേ, അപ്പം അതുകൊണ്ട് അയാൾക്ക് അതിൽ നിന്ന് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാസന്നമായിരിക്കുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞത്, ഒന്ന് നമസ്കാരത്തെക്കുറിച്ചാണ്, നിങ്ങൾ നമസ്കാരത്തെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് അടിമകളെക്കുറിച്ചായിരുന്നു എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ളത്. പിന്നെ ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസിൽ ഇങ്ങനെയാണ് പറയണത്, ഒരു അണുത്തൂക്കം അഹംഭാവം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പുറമേക്ക് ഒന്നും കാണിച്ചില്ലെങ്കിലും അവൻ്റെ മനസ്സിലൊരു തരി അഹംഭാവം ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാൾ ചോദിച്ചു, അഹങ്കാരം എന്ന് പറയണത് എന്താണെന്നറിയാൻ വേണ്ടി ഒരാൾ ചോദിക്കുകയാണ്, ഒരാൾ തൻ്റെ വസ്ത്രം നല്ലതാക്കുകയും ചെരുപ്പ് നല്ലതാക്കുകയും ഇഷ്ടപ്പെടുന്നു. അതായത് അയാൾ കുറച്ച് ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഭയങ്കര വിലയുള്ളൊരു ഡ്രസ്സോ അല്ലെങ്കിൽ ചെരുപ്പോ ഒക്കെ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നു, അതൊരു ആവുമോ എന്നാണ് ചോദിക്കണേ വന്നിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി ഇതാണ്, നിശ്ചയമായും അള്ളാഹു സുന്ദരനാണ്, അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. അതായത് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നടക്കാൻ അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്ന്. ഒരു വസ്ത്രം നല്ലതാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ അയാൾ ഉപയോഗിക്കണ സാധനങ്ങൾ, കുറച്ച് നല്ല സാധനങ്ങൾ ഉപയോഗിക്കണതോ ഒന്നും ഒരിക്കലും അഹങ്കാരമല്ല. അത് ഉപയോഗിക്കണതിന് തെറ്റില്ല, പക്ഷേ അയാളുടെ മനസ്സിൽ അത് ഉപയോഗിക്കുമ്പോൾ അഹങ്കാരം ഉണ്ടാവാണ്ട് നോക്കണം എന്ന്. അഹങ്കാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തെ ധിക്കരിക്കലും, ഒരു സത്യത്തെ അല്ലേ, ഏതൊരു സത്യത്തെയും ധിക്കരിക്കുക. ഇപ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കൽ തന്നെ ഏറ്റവും വലിയ അഹങ്കാരമാണ് അല്ലേ. പിന്നെ ജനങ്ങളെ അവഗണിക്കലുമാകുന്നു അഹങ്കാരം എന്ന് പറയണത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇങ്ങനെയാണ്, അള്ളാഹു അവൻ്റെ അടിയാന് ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ അടയാളം അവനിൽ പ്രത്യക്ഷപ്പെട്ടു കാണുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന്. അപ്പോൾ ഒരാൾക്ക് ധനം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ
ഔട്ട്ലുക്കിൽ അത് കാണുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ ഒരാളുടെ സമ്പത്തില്ല, കുറേ കടം വാങ്ങിച്ച് അല്ലെങ്കിൽ ലോൺ എടുത്ത് വലിയ ആൾക്കാരുടെ മുമ്പിൽ വലിയ ആളാവുന്നതിൽ കാര്യമില്ല. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളൊക്കെ അനുസരിച്ച് അയാളുടെ സാമ്പത്തികമായ അയാൾ ഉന്നതിയിലാണെങ്കിൽ അയാൾക്ക് അതനുസരിച്ച് നടക്കാം എന്നാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പോൾ തൊട്ട് മുമ്പത്തെ ആയത്തിൽ അവസാനം പറഞ്ഞ എന്തായിരുന്നു? അള്ളാഹു ഒരു ദുരഭിമാനിയെയും പൊങ്ങച്ചക്കാരനെയും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അള്ളാഹു പറയണത്. വല്ലദീന യബ്ഖലൂന, യാതൊരു കൂട്ടർ, ബുഖ്ൽ എന്ന് വെച്ചാൽ പിശുക്ക്, അവർ പിശുക്ക് കാണിക്കുകയാണ്. വയമുറൂന, അവർ കൽപ്പിക്കുകയും ചെയ്യുന്നു. നാസ, മനുഷ്യരോട്, ബിൽ ബുഖ്ൽ, പിശുക്കിന് വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. വയക്തുമൂന, അവർ മറച്ചു വെക്കുകയും ചെയ്യുന്നു. മാ ആതാഹുമുല്ലാഹു, അള്ളാഹു നൽകിയതിനെ, അവർക്ക് അള്ളാഹു നൽകിയ, മിൻ ഫദ്ലിഹി, അവൻ്റെ അനുഗ്രഹത്തിൽ നിന്നും. അപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അള്ളാഹു നൽകിയിട്ട് ഒരാൾ അതിനെ മറച്ചു വെക്കുകയാണ്. അള്ളാഹു തന്നതിനെയൊക്കെ അയാൾ ഉപയോഗപ്പെടുത്താതെ അയാളൊരു പ്രാകൃതനായ അയാൾക്ക് ചിലപ്പോൾ അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ടാവും. അങ്ങനെ നടക്കണ ഒരാൾ, അല്ലെങ്കിൽ അത് പൈസ പുറത്ത് കാണിച്ചാൽ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള പേടി ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് കിട്ടിയതിനെ ആരും അറിയാണ്ട് സ്വന്തം ആവശ്യത്തിനും അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെയും മക്കളുടെ ആവശ്യത്തിനും മാത്രം എടുത്തു വെക്കുക. ബാക്കി എല്ലാവരോടും മുമ്പിലും ഭയങ്കര പാപ്പരനായിട്ട് നടക്കുക അല്ലേ. അങ്ങനെ കാണിക്കണ ഒരാൾ, അവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞാൽ? പിശുക്ക് കാണിക്കുക. അള്ളാഹു അവർക്ക് അനുഗ്രഹമൊക്കെ നൽകിയിട്ടുണ്ട്, എന്നിട്ട് ഉള്ളതിനെ പിശുക്കി വെക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കാണ്ട്. അള്ളാഹു നൽകാൻ പറഞ്ഞ നിർബന്ധമായ സക്കാത്തോ സ്വതക്കയോ ഒന്നും നൽകാണ്ട് പിശുക്കി എടുത്തു വെക്കുക. മറ്റേ കൊടുക്കാൻ പോണവരെയും കൂടി തടയുക. കൊടുക്കാൻ പോകുമ്പോൾ പറയുന്നത് അത്രയും കൊടുക്കണ്ട കേട്ടാ, അത്രയും നിങ്ങളിൽ ഇല്ലാണ്ടാവും, നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ, അങ്ങനെ പറഞ്ഞ് തടയുക. അങ്ങനെ പിശുക്കി വെക്കാൻ മനുഷ്യരോട് കൽപ്പിക്കുകയും ചെയ്യുക. പിന്നെന്താ? തനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ മൂടി വെക്കുക. എന്തിനാണ് മൂടി വെക്കണ അയാൾ? ഇതുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരൂലേ, അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ഓസി വാങ്ങിക്കാലോ, അങ്ങനെയും ചെയ്യാം അല്ലേ. അങ്ങനെയൊക്കെ എടുത്തു വെക്കുന്ന ആളുകളെ ഒന്നും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നാണ് പറയണത്. അഅ്തദ്നാലിൽ കാഫിരീന അദാബൻ മുഹീന, ഈ അവിശ്വാസികൾക്ക് അള്ളാഹു നിന്ദ്യകരമായ അല്ലെങ്കിൽ അപമാനകരമായ ശിക്ഷ അള്ളാഹു ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഈ അവസാന ആയത്തിൽ അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ആദ്യം പറഞ്ഞെന്തായിരുന്നു? പുരുഷന്മാരാണ് വീട്ടിലെ മേലധികാരികൾ, അല്ലെങ്കിൽ അധികാരം സ്ഥാനമുള്ളത് പുരുഷന് തന്നെയാണ് അള്ളാഹുവിടെ പറഞ്ഞു. അതിൻ്റെ കാരണം പറഞ്ഞു, നിങ്ങളിൽ ചിലരേക്കാൾ അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് അല്ലേ. ശാരീരികമായും മാനസികമായും ഒക്കെ സ്ത്രീകളെക്കാളും കുറച്ചും കൂടിയും ശ്രേഷ്ഠത ആർക്കുണ്ട്? പുരുഷനുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു അവിടെ സ്ത്രീകളെ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തം പുരുഷനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ പുരുഷന്മാരാണ് വീട്ടിലെ ചെലവുകളെല്ലാം നടത്തുന്നത്, അവരുടെ സമ്പത്തിൽ നിന്നും ചെലവാക്കുന്നതും അവരാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അള്ളാഹു ഒരു പുരുഷനെ ഒരു വീടിൻ്റെ നേതാവാക്കിയിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇങ്ങനെ അല്ലാത്തൊരു പുരുഷനാണെങ്കിലോ വീട്ടിലേക്ക് ചിലവൊന്നും ചെയ്യൂല, ഈ സ്ത്രീകളെയോ കുട്ടികളെയോ ഒന്നും നോക്കാത്ത ഒരാൾക്ക് ഈ ഒരു അധികാരം ഇല്ല വീട്ടിൽ. അതും ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. പിന്നെ പറഞ്ഞു, ആരാണ് നല്ല സ്ത്രീകൾ? നല്ല സ്ത്രീകൾ എപ്പോഴും അനുസരണശീലമുള്ളവരായിരിക്കണം. അത് അവരുടെ പിതാവിനെയോ സഹോദരനെയോ അല്ലെങ്കിൽ അവരുടെ കൈകാര്യകർത്താവ് ഭർത്താവിനെയോ ആരാണോ അവരെ സംരക്ഷിക്കുന്നത് അവരെ അനുസരിക്കണ ഒരു സ്ത്രീ ആയിരിക്കണം. പിന്നെ ഈ നമ്മളുടെ സംരക്ഷകൻ്റെ അഭാവത്തിൽ അവരെന്തൊക്കെ കാര്യങ്ങളാണോ കാത്തു സൂക്ഷിക്കേണ്ടത്, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം മക്കളെയും കുടുംബത്തെയും അല്ലെങ്കിൽ വീടിനെയും ഭർത്താവിൻ്റെ സ്വത്തുമൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടവളാണ് ഈ സ്ത്രീ. അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് ഏറ്റവും നല്ല സ്ത്രീ എന്നാണ് പറഞ്ഞു തന്നത് അല്ലേ. പിന്നെ പറഞ്ഞു, നിങ്ങളൊരു സ്ത്രീയിൽ നിന്നും അല്ലെങ്കിൽ തൻ്റെ ഭാര്യയിൽ നിന്നൊരു പിണക്കമോ അല്ലെങ്കിൽ ഒരു അനുസരണക്കേടോ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം അവളെ നല്ല രീതിയിൽ ഉപദേശിക്കുക. ആ ഉപദേശം ഫലിച്ചില്ല എന്ന് കണ്ടാൽ എന്ത് ചെയ്യും? കുറച്ചും കൂടിയും അടുത്തൊരു നടപടിയിലേക്ക് പോവുക. അവരെ കിടപ്പ് സ്ഥാനത്ത് ബെഡ്റൂമിൽ നിന്നും അവരെ വിട്ടു നിൽക്കുക. അതും നടന്നില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറഞ്ഞു, അവരെ അടിക്കുക എന്ന് പറഞ്ഞു. ആ അടിക്കേണ്ട രീതി എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മുമ്പ് മനസ്സിലാക്കി അല്ലേ. പിന്നെ പറഞ്ഞു, ഇനി അവരനുസരിക്കുകയാണ്. ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഒരു സ്ത്രീ തൻ്റെ തെറ്റൊക്കെ മനസ്സിലാക്കി ഇനി അവർ അനുസരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അവരോട് മോശമായി ഒന്നും പെരുമാറാൻ പാടില്ല, നിങ്ങൾ വേറെ നടപടിയൊന്നും അവരോട് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് കുത്തിപ്പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് രണ്ടു കൂട്ടരുടെയും ഭാഗത്ത് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു നടപടി കാണുക, അല്ലെങ്കിൽ മോശം പ്രവൃത്തി, ഈ ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യണം, മറ്റൊരു അന്യസ്ത്രീയുമായിട്ട് ഇടപഴകണത് ചിലപ്പോൾ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല. അപ്പോൾ ഭാര്യയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പുരുഷനെ ഉപദേശിക്കാം, നിങ്ങൾ അങ്ങനെ ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇനി അല്ല, കിടപ്പ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാം, ഈ ഭാര്യയ്ക്കും മാറി നിൽക്കാം, അങ്ങനെയും ചെയ്യാം. പക്ഷേ മൂന്നാമത് പറഞ്ഞ കാര്യം ഭാര്യയ്ക്ക് ചെയ്യാൻ പാടില്ല, ഭർത്താവിനെ കയറി തല്ലാൻ പാടില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. കാരണം ശാരീരികമായി അവർക്ക് അതിനുള്ള കഴിവില്ല, അതൊരു കാര്യം. അനി കഴിവുള്ള സ്ത്രീകൾ, ഇതിൻ്റെയൊക്കെ എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവും അല്ലേ. കഴിവുള്ള നല്ല ആരോഗ്യമുള്ള സ്ത്രീകളുണ്ടാവാം, പക്ഷേ എന്നാലും പുരുഷനെ ഒരിക്കലും ഒരു സ്ത്രീ തല്ലാൻ പാടില്ല എന്നാണ്
മനസ്സിലാക്കേണ്ടത്. ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ്, ഒരു പുരുഷൻ അനുസരണക്കേട് അല്ലെങ്കിൽ പുരുഷൻ്റെ ഭാഗത്തുനിന്ന് മോശമായ ഒരു രീതിയാണെങ്കിൽ ഈ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം സഹിച്ച് നിൽക്കണം എന്നല്ല അവിടെ പറയണത്. ആദ്യം നല്ല രീതിയിൽ പറഞ്ഞു നോക്കുക, മറ്റുള്ളവരെ അറിയിക്കാണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക, അല്ലെങ്കിൽ കിടപ്പസ്ഥാനത്ത് നിന്ന് മാറി നോക്കുക. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ അവളുടെ മുകളിലുള്ളവരിലേക്ക് വിഷയം എത്തിക്കുക. ആരാണ് മുകളിലുള്ളവരെന്ന് പറയുന്നത്? അവളുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ കാളിയോ, നിക്കാഹ് ചെയ്തു കൊടുത്ത ആളുണ്ടാവാം, അല്ലെങ്കിൽ കമ്മിറ്റിയിലെ ആളുകളുണ്ടാവാം അല്ലേ, അവരോടൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് വേണ്ട ഒരു സംരക്ഷണം അവൾക്ക് ഈ പുരുഷനിൽ നിന്ന് നേടാൻ പറ്റും. അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത് അല്ലേ. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയുകയാണെങ്കിൽ ഇവർ വേർപിരിയും എന്നൊരു ഭയം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മധ്യസ്ഥനെ വെക്കണം. അപ്പോൾ ആദ്യം ഉപദേശിച്ചു, പിന്നെ കിടക്ക വിട്ടു നിന്നു, പിന്നെ പറഞ്ഞു തല്ലി നോക്കി ഭാര്യനെ, എന്നിട്ടും ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യണം? മധ്യസ്ഥനെ വെക്കാൻ പറഞ്ഞു. അപ്പോൾ മധ്യസ്ഥനെ വെക്കുമ്പോൾ സ്ത്രീയുടെ ഭാഗത്തു നിന്നൊരാളും പുരുഷൻ്റെ ഭാഗത്തു നിന്നും ഒരാളും വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ സംസാരിച്ചിട്ടും ശരിയാവണില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് പറഞ്ഞത് എന്ത്? പിന്നെയാണ് ത്വലാക്ക്, 1ാമത്തെ ത്വലാക്ക് നടക്കണത്. അതും കഴിഞ്ഞ് 2ാമത്തെ ത്വലാക്കും കഴിഞ്ഞ് 3ാമത്തെ ത്വലാക്ക് എത്തുമ്പോഴാണ് ഈ സ്ത്രീയുടെ വീട്ടിലോട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുവരെ ഈ സ്ത്രീയുടെ ഫുൾ ചെലവ് വഹിക്കേണ്ടത് ആരാണ്? ഈ പുരുഷൻ തന്നെയാണ്. അപ്പോൾ ഒരു 7 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ത്വലാക്കിലോട്ട് എത്തുകയുള്ളൂ, ഈ വേർപിരിവിലോട്ട് എത്തുകയുള്ളൂ എന്നാണ് ഒരു കാര്യം. ഈ വിവാഹമോചനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സൂറത്തുൽ ബഖറയിൽ പഠിച്ചതാണല്ലേ. ഇനി മധ്യസ്ഥന്മാരും ഈ ഭാര്യ ഭർത്താക്കളും തമ്മിൽ തന്നെ ഒന്നിച്ച് പോകാനാണ് അവർ ആഗ്രഹിക്കണമെങ്കിൽ അള്ളാഹു അവർക്കൊരു യോജിപ്പ് ഉണ്ടാക്കി കൊടുക്കും എന്നാണ് അവർക്കിടയിൽ. അങ്ങനെ പിരിഞ്ഞു പോകാനായിട്ട് അള്ളാഹു ഇടവരുത്തൂല എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കടമ എന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിന് പങ്കു ചേർക്കാതിരിക്കുക എന്നാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു എന്താ? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, അടുത്ത ബന്ധമുള്ളവർക്കും അനാഥകൾക്കും പാവപ്പെട്ടവർക്കും പിന്നെ അടുത്ത ബന്ധമുള്ള നമ്മളുടെ ബന്ധമുള്ള അയൽവാസിക്കും, ഇനി നമ്മളുടെ ബന്ധമൊന്നും ഇല്ലാത്തൊരു അയൽവാസിയാണ്, അത് ഏത് മതസ്ഥരായിക്കോട്ടെ, അവർക്കും നിങ്ങൾ നന്മ വരുത്തണം. പിന്നെ പറഞ്ഞു നമ്മുടെ കൂട്ടുകാരോട്, വഴിപോക്കരോട്, നമ്മൾ വലങ്കൈ ഉടമപ്പെടുത്തിയ നമ്മളുടെ അധീനത്തിലുള്ള വേലക്കാരോടൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ വർത്തിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു ഒരിക്കലും പൊങ്ങച്ചക്കാരനെയോ ദുരഭിമാനിയെയോ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരെ കുറിച്ച് അള്ളാഹു പറയണം എന്താണ്? നിങ്ങൾ പിശുക്ക് കാണിച്ചു വെക്കുക, മറ്റുള്ളവരെ പിശുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക, അയ്യോ നിങ്ങൾ അങ്ങനെ ചിലവാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളോട് പിശുക്കിന് വേണ്ടി കൽപ്പിക്കുകയും ചെയ്യണ ആളുകൾ. പിന്നെ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ മറച്ചു വെക്കുന്ന ആളുകൾ, അവരെ ഒന്നും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. അള്ളാഹു ഈ അവിശ്വസിച്ച ആളുകൾക്ക് വേണ്ടി വളരെ അപമാനപ്പെടുത്തുന്ന ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു പേജ് അവസാനിക്കണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ചൊരു വലിയ ഓഡിയോ ആയിപ്പോയി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.